ഇന്ന് മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളൊക്കെ വരും. വായു അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചി അച്ചാർ നല്ലതാണ്. ഇത് 101 കറിക്ക് സമമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഇതിനായിട്ട് ആവശ്യം ഇഞ്ചി വട്ടത്തിലരിഞ്ഞ്, കൊച്ചുള്ളി, കൊച്ചുള്ളിയും പച്ചമുളകും വട്ടത്തിന് അരിയണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നിങ്ങൾ ഓൾമോസ്റ്റ് അരിഞ്ഞെടുത്തോളണം. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ആണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. ഇഞ്ചിയും അതായത് ഉള്ളിയും കൂടി നല്ലതുപോലെ ആദ്യം നമ്മൾ ഇഞ്ചിയാണ് വഴട്ടിയെടുക്കുന്നത്. വഴട്ടിയെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുക. കിരീര നമ്മൾ സൗണ്ട് കേൾക്കും. പക്ഷേ ഇഞ്ചി വറുത്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാനൊക്കെ. അങ്ങനെ കഴിച്ചാലും നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇഞ്ചി അച്ചാർ കഴിക്കുമ്പോഴത്തേക്കും ചോറിൻ്റെ കൂടെ ആയാലും നമുക്കിപ്പം വെറുതെ വേണമെങ്കിലും കഴിച്ചാലും നല്ലതാണ്. വയറ്റിനൊക്കെ നല്ല ഇതാണ് ഇഞ്ചി അച്ചാർ. പേഴ്സണലി എനിക്ക് മുമ്പ് ഇഞ്ചി അച്ചാറൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയാലും ഇഞ്ചി അച്ചാർ, കല്യാണത്തിനൊക്കെ പോയാലും ഞാൻ കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി അച്ചാർ. അങ്ങനെ എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതും ഇങ്ങനെ അടി പിടിക്കാൻ നമ്മൾ നോക്കിക്കൊള്ളണം. നമ്മളിത് അടുപ്പിലാണ് വെക്കുന്നത്. ഗ്യാസിലൊക്കെ വയ്ക്കുന്നതിനെക്കാട്ടി അടുപ്പിൽ വയ്ക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് പീരീഡ്സ് ആവുന്ന പെൺകുട്ടികൾക്കൊക്കെ വൈറ്റമിനിക്കൊക്കെ ഇഞ്ചി അച്ചാർ കൊടുക്കുന്നത് നല്ലതാണ്. ഇഞ്ചി നമുക്ക് എങ്ങനെ കഴിച്ചാലും ഗ്യാസിനും ഒക്കെ നല്ലതാണ്. ഈ അച്ചാർ കഴിക്കുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവർക്കും അച്ചാർ ഐറ്റങ്ങളോട് ആണുള്ള താല്പര്യം കൂടുതൽ. പക്ഷേ ഇതിൽ നമ്മൾ വേറെ നമ്മൾ ഇതിൻ്റെ അകത്ത് കെമിക്കൽ ഇതൊന്നും ആക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ഇഞ്ചി വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. തോനെയൊന്നും വേണ്ട, നമുക്ക് അപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇത് നമ്മൾ അരപ്പിലാണ് അരച്ചെടുക്കുന്നത്, മിക്സിയിലൊന്നും അല്ല. ഇതാകുമ്പോൾ നമ്മളെ പരുവത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ വേണ്ടി. ഇതാകുമ്പോൾ നമുക്ക് നല്ല തിക്നെസ്സായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ആ എണ്ണയിൽ തന്നെ കുറച്ച് വറ്റൽമുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷം, വറ്റൽമുളകും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി പൊടിച്ചതും നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക. മറ്റൊരു വീഡിയോ